നമുക്കിന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം കേട്ടോ. ട്രെയിനിൽ ഇരുന്നിട്ടുള്ള ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഞാൻ കുറച്ച് ദിവസം മുന്നേ കൊല്ലത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രിയാണ് ട്രെയിൻ കയറിയത്. രാവിലെ ഒരു 7 മണിയാകുമ്പോഴേക്കും നമ്മൾ കൊല്ലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ ഒരു 6 മണി ആ ഒരു സമയത്തെ ദൃശ്യങ്ങളാട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ബ്രഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫസ്റ്റ് ബ്രഷ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഫേസ് വാഷ് ചെയ്യാണ്. ഞാൻ നോർമലായിട്ട് ഇപ്പോൾ ഫോക്സ് സ്റ്റൈലിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ആ മോയ്സ്ചറൈസർ വെച്ചിട്ട് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്തു കേട്ടോ. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഞങ്ങൾ ട്രെയിനിലൊരു യാത്ര പോകുന്നത്. അപ്പോൾ അതിൻ്റെ കുറേ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടി യാത്ര ഭയങ്കര കുളമായിരുന്നു കേട്ടോ. കാരണം രാത്രിയാണ്, നമുക്ക് ഒന്നും യാത്ര ആസ്വദിക്കാൻ പറ്റില്ല. പക്ഷേ എന്താ പറയുക, യാത്ര ഉറങ്ങി തീർക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഉറങ്ങാനും പറ്റിയില്ല കേട്ടോ. കാരണം ഞാൻ ഈ സൈഡ് ബർത്ത് ഉണ്ടല്ലോ, സൈഡ് ബർത്തിൻ്റെ മുകളിലെ ബർത്തിലായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ സൈഡിലൊരു കുട്ടിക്ക് വയ്യാതെ അമ്മ ഇങ്ങനെ കുട്ടീനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്താ പറയുക, പനിയൊക്കെയാണ്. അപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളങ്ങനെ ലൈറ്റ് ഓഫ് ചെയ്യാതെ കിടന്നു. അങ്ങനെ ഉറക്കൊന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഗെറ്റ് റെഡി വിത്ത് മീ കേട്ടത്. അപ്പോൾ അതാ ഫസ്റ്റ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു, ഫേസൊക്കെ വാഷ് ചെയ്ത് വന്നിട്ട് പിന്നെ ലൈറ്റിൻ്റെ കുറവുണ്ട്. കാരണം 6 മണി ആ സമയത്താണ് നമ്മളിത് ഷൂട്ട് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈറ്റ് നന്നായിട്ട് കുറവ് തോന്നുന്നുണ്ടാവും. ഇത് കാരണം കേട്ടോ. എൻ്റെ ആ മാടപ്പെട്ടിയിൽ നിറച്ചും മേക്കപ്പിൻ്റെ സാധനങ്ങളുണ്ട്. പക്ഷേ ഞാൻ അധികമൊന്നും ചെയ്യുന്നില്ല കേട്ടോ. കാരണം ഇനി നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് ഫ്രഷ് ആവാൻ പോകാനുള്ളതാണ്. നമ്മളൊരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഫ്രഷ് ആവാനുള്ളതാണ്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്ക് സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്തല്ല, കുറച്ച് കഴിയുമ്പോഴേക്കും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെ സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്യാമെന്ന് വെച്ചു. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു. പിന്നെ സൺസ്ക്രീൻ ഡെർമയുടെ സൺസ്ക്രീനാണ് അപ്ലൈ ചെയ്തത്. അതുപോലെ തന്നെ മോയ്സ്ചറൈസർ നമ്മുടെ പ്ലമ്മിൻ്റെ മോയ്സ്ചറൈസർ ആട്ടോ അപ്ലൈ ചെയ്തത്. അപ്പോൾ ഞാൻ ഭയങ്കര റിലാക്സ് ചെയ്ത് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെയായിട്ട് നമ്മൾ ഓരോന്ന് ചെയ്യുന്നത് ഭയങ്കര റിലാക്സേഷൻ തോന്നി. കാരണം നമ്മൾ രാവിലെ വർക്കിനൊക്കെ പോകുമ്പോൾ ആ സമയത്ത് സ്കിൻ കെയർ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ചടുപിടി എന്നുള്ള സ്കിൻ കെയർ ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര റിലാക്സേഷൻ തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചിട്ടോ ഇടയ്ക്കൊക്കെ നമ്മൾ ഇതുപോലെ കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്യണമെന്ന്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അടുത്ത പ്രൊഡക്റ്റ് എടുക്കാൻ നോക്കുകയാണ്. ഞാൻ ലിപ്സ്റ്റിക്ക് എടുക്കാൻ നോക്കുകയാണ് കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച ഷെയ്ഡ് എനിക്ക് കിട്ടിയില്ല. പക്ഷെ എന്നാലും ഉള്ള ഷെയ്ഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. കാരണം അതിൻ്റെ ഉള്ളിൽ ആകെ ഇങ്ങനെ ഡംബായി കിടക്കുകയാണ്. ഇനി എനിക്ക് ട്രാവൽ ചെയ്യുമ്പോൾ വേറെ വല്ല ബാഗ്സും കരുതണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കുറച്ചും കൂടി ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ലിപ്സ്റ്റിക്കും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേറെ ഒരു മേക്കപ്പും ഞാൻ ചെയ്യുന്നില്ല. മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ലിപ്സ്റ്റിക്ക് ഇതന്നെ ആയിട്ടുണ്ടെങ്കിൽ തന്നെ എന്താ പറയുക, ഭയങ്കര ഒരു കൂൾ ലുക്ക് കിട്ടും. എന്താ പറയുക, എന്നാൽ ഉറങ്ങി നീച്ച ആ ലുക്കല്ലാതെ കുറച്ചൊരു എനർജറ്റിക് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ 3 മാത്രം മതി കേട്ടോ. അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്കും കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ പുറത്തത്തെ കാഴ്ചകളൊക്കെ നോക്കിയിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് മുടിയൊക്കെ ആകെ ചപ്രത്തലച്ചായി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മുടി കൂടി ഒന്ന് കെട്ടാമെന്ന് വിചാരിച്ച് അങ്ങനെ മുടിയും കൂടി ഒന്ന് കെട്ടി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ജടയൊക്കെ ഒന്ന് കളഞ്ഞു. കാരണം ചിലപ്പോൾ ഹോട്ടലെത്തി നമുക്ക് ഇനി ബാക്കി ഒന്നിനും സമയം ഉണ്ടാവില്ല. ഞാൻ ഈ തല കുളിക്കില്ല കേട്ടോ. തല ഇന്നലെ രാത്രി കുളിച്ചിട്ടാണ് പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇനി മേലെഴുതുക മാത്രമേ ഉള്ളൂ ഹോട്ടലിൽ പോയാൽ. അപ്പോൾ അതാ മുടി കൂടി ഒന്ന് കെട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മുടിയും കൂടി പോണിറ്റയിൽ കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ സ്ഥിരം കെട്ടലാട്ടോ ഈ പോണിറ്റയിൽ. എനിക്ക് വേറൊരു കെട്ടലും ഇഷ്ടമാവുന്നില്ല. അപ്പോൾ അതും കൂടി കഴിഞ്ഞപ്പോൾ എൻ്റെ കംപ്ലീറ്റ് ആയി നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ ട്രെയിനിലുള്ള. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ